Good afternoon everyone. Welcome to another live session of Tiju's Academy. This is Tiju and today we are going to discuss about the IELTS Task 1. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, so today we are going to discuss about the maps. ടാസ്ക് 1-ലുള്ള ഒരു സെഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ് മാപ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു മാപ്പ് കിട്ടിയാൽ എഴുതേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So let's read the question. The maps below illustrate how Frenton changed from 1990 to 2012. അതായത് ഫ്രണ്ടൻ എന്ന് പറയുന്ന ഒരു പ്ലേസിൻ്റെ മാപ്പാണ് തന്നിരിക്കുന്നത്. അത് 1990-ൽ എങ്ങനെയായിരുന്നു ആൻഡ് 2012-ൽ അതിന് എന്ത് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നാണ് മാപ്പിൽ കാണിച്ചിട്ടുള്ളത്. Summarize the information by selecting and reporting the main features and make comparisons where relevant. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, പ്ലസ് അത് തമ്മിൽ കമ്പയർ ചെയ്യുക. ലാസ്റ്റ് നമ്മൾ ഒരു സമ്മറി ആയിട്ട് എന്താണ് മനസ്സിലായത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മളൊരു മാപ്പ് എഴുതുന്ന സമയത്ത് അവരെപ്പോഴും നമുക്ക് രണ്ട് ഇമേജ് തന്നിട്ടുണ്ടാവും. മേ ബി ഇറ്റ്സ് ഫ്രം ദ പാസ്റ്റ് ആൻഡ് the future, sometimes it's from the past and the present, sometimes it is about the പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. അപ്പോൾ മൂന്ന് രീതിയിൽ തരാം. ചിലപ്പോൾ പാസ്റ്റും ഫ്യൂച്ചറും ആയിരിക്കാം, ചിലപ്പോൾ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ആയിരിക്കാം, ചിലപ്പോൾ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആയിരിക്കും. എന്താണെങ്കിലും രണ്ട് മാപ്പായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ആ മാപ്പിനെ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് ഇമേജ് ഫ്രണ്ടൻ 1990-ൽ എങ്ങനെയായിരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് വൺ 2012-ൽ അതിന് വന്നിട്ടുള്ള ചേഞ്ചസ്. അപ്പോൾ നിങ്ങളൊരു മാപ്പ് എഴുതുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഡിറക്ഷൻ നോട്ട് ചെയ്യണം. ഓൾവേസ് ദ അപ്പർ പൊസിഷൻ, അതായത് ടോപ്പ് എന്ന് പറയുന്ന പോർഷൻ ആയിരിക്കും എപ്പോഴും നോർത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് അവർ നോർത്ത് എന്നുള്ള ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ടോപ്പ് എന്ന് പറയുന്നത് നോർത്തും ദ ബോട്ടം പൊസിഷൻ വിൽ ബി സൗത്ത്. താഴെയായിട്ട് വരുന്നത് സൗത്തും ആയിരിക്കും. ആൻഡ് ദ റൈറ്റ് ഈസ് ഈസ്റ്റ് ആൻഡ് ദ ലെഫ്റ്റ് ഈസ് വെസ്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു മാപ്പ് എഴുതുമ്പോൾ ഡിറക്ഷൻ കറക്റ്റായിട്ട് നമ്മളെ കൊണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. ടോപ്പ് പൊസിഷൻ നോർത്ത് ആയിരിക്കും, ബോട്ടം പൊസിഷൻ സൗത്തും, റൈറ്റ് സൈഡ് ഈസ്റ്റ് ആയിട്ടും ലെഫ്റ്റ് സൈഡ് വെസ്റ്റ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഇമേജ് 1990-ൽ നോക്കിയാൽ ആ ഇമേജിനെ നമുക്ക് രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു ഹൈ സ്ട്രീറ്റ്, ഒരു റോഡ് പോകുന്നത് കാണാൻ പറ്റും. ഒരു സ്ട്രീറ്റ് റോഡുണ്ട്. ആ ഒരു റോഡിന് ചേഞ്ച് ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ അതിന് ആ ഒരു റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ 1990 ദേ വാസ് എ കഫേ, ഒരു കഫേ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ജസ്റ്റ് നെക്സ്റ്റ് ടു ഇറ്റ് ഒരു കുറച്ച് ഹൗസസ് അവർ കാണിച്ചിട്ടുണ്ട്. ഇൻ ദ ബോട്ടം പൊസിഷൻ ഒരു തിയേറ്റർ ആൻഡ് സം ഷോപ്സ് ആർ ദെയർ. അപ്പോൾ നമ്മൾ ഈസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കഫേ ആൻഡ് എ പാർക്ക്, ദെൻ സം ഹൗസസ് ആർ ദെയർ, ദെൻ എ തിയേറ്റർ ആൻഡ് ഷോപ്സ് ആർ ഓൾസോ ദെയർ. ഇത്രയായിരുന്നു ആ ഒരു സ്ട്രീറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ളത്. ബട്ട് ഇൻ ദ ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു പ്ലേയിങ് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റും. ദെൻ അതിനോട് അഡ്ജസൻ്റ് ആയിട്ട് തന്നെ സ്കൂൾ, ഹോസ്പിറ്റൽ, ബാങ്ക് ആൻഡ് ലൈബ്രറി, ഓൾ ദ ഫെസിലിറ്റീസ് ആർ ദെയർ. ഇനി അതിൻ്റെ ഒരു ബോട്ടം പൊസിഷനിൽ, അതായത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ കുറച്ച് ട്രീസും ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. ഇത്രയുമായിരുന്നു ഫ്രണ്ടനിൽ 1990-ൽ ഉണ്ടായിരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് 2012-ലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഹൗസസിൻ്റെ ബ്ലോക്സ് മാറിയിട്ട് അതിന് പകരം ഫ്ലാറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാണാൻ പറ്റും. ദെൻ ദ കഫേ ആൻഡ് ദ പാർക്ക് was also replaced by the hotel and the golf course. ഇതിന് വേണ്ടിയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് സിനിമ ആക്കി മാറ്റിയിട്ടുണ്ട്. ദെൻ ദ ഷോപ്സ് ആർ റീപ്ലേസ്ഡ് ബൈ എ മോഡേൺ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെസ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്ലേയിങ് ഫീൽഡ് റീപ്ലേസ് ചെയ്ത് ബ്ലോക്സ് ഓഫ് ഫ്ലാറ്റ്സ് അവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്കൂൾ ആൻഡ് ലൈബ്രറി സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പിൽ തന്നെ ആ സെയിം പൊസിഷൻ ഒക്കുപ്പൈ ചെയ്തിട്ടാണുള്ളത്. ബട്ട് ബാങ്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് വന്നു. ആൻഡ് ദ ഹോസ്പിറ്റൽ കുറച്ചും കൂടി സൈസ് ബിഗ്ഗർ ആക്കിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ബോട്ടം പൊസിഷനിലേക്ക്, ആ ഒരു ബോട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രീസിനെ അവർ കട്ട് ഡൗൺ ചെയ്തിട്ട് അവിടെ ഒരു ടെക്നോ പാർക്ക് ബിൽഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ഹൗ വി ഷുഡ് റൈറ്റ് ദിസ്. അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ഓർഡർ ടു അക്വയർ എ ബെറ്റർ സ്കോർ, നമുക്കൊരു ബെറ്റർ സ്കോർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്ത് എഴുതുക. വായിക്കുന്ന ആൾക്ക് കൺവിൻസിങ് ആയിട്ട് കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്തു എന്ന് മനസ്സിലാവാനാണ് നമ്മളെപ്പോഴും ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മാപ്പ് എഴുതേണ്ടത് എന്ന് നോക്കാം. ഓക്കെ,
ഓക്കെ, ഷാലു ഹലോ, ബീന, ആൽവിൻ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമ്മളപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 4 പാരഗ്രാഫാണ് നമുക്കിത് റൈറ്റ് ചെയ്യേണ്ട സമയത്ത് വേണ്ടത്. ടോട്ടൽ 4 പാരഗ്രാഫ്സ്. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഇൻ ദാറ്റ് ഇൻട്രൊഡക്ഷൻ വി ഹാവ് ടു ജസ്റ്റ് റീഫ്രൈസ് ദ ക്വസ്റ്റ്യൻ എന്താണോ അത് റീഫ്രൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളിത് വായിക്കുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണാതെ ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവണം എന്താണ് നമ്മളിതിൽ എഴുതാൻ പോകുന്നത് എന്നുള്ളത്. ദെൻ വി ഹാവ് ടു റൈറ്റ് 2 ബോഡി പാരഗ്രാഫ്സ്. 2 ബോഡി പാരഗ്രാഫ്സ് ആണ് വേണ്ടത്. ഇൻ ദ ഫസ്റ്റ് ബോഡി യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദ ഫസ്റ്റ് ഇമേജ്. ആ ഒരു ഫസ്റ്റ് ഇമേജിൽ എന്താണ് കണ്ടത്, ആ ഫസ്റ്റ് മാപ്പിൽ എന്താണ് കണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ എഴുതേണ്ടത്. ബട്ട് നെവർ റൈറ്റ് അബൌട്ട് ദ സെക്കൻഡ് ഇമേജ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്. ഒരിക്കലും സെക്കൻഡ് ഇമേജിൽ എന്ത് കണ്ടു എന്നുള്ളതല്ല സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് മേക്ക് റെലവൻറ്റ് കമ്പാരിസൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇമേജ് ഫസ്റ്റ് ബോഡിയായിട്ടും സെക്കൻഡ് ഇമേജ് സെക്കൻഡ് ബോഡിയായിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കമ്പാരിസൺ അവിടെ ചെയ്തിട്ടില്ല. സോ നമ്മൾ എപ്പോഴും റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് മാപ്പ് ഡിസ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇൻ ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് യു ക്യാൻ മേക്ക് ദ കമ്പാരിസൺ. അതായത് ഫസ്റ്റ് ഇമേജിനെ കമ്പയർ ചെയ്ത് സെക്കൻഡിൽ എന്ത് ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ എഴുതേണ്ടത്. ദെൻ ഫൈനലി യു ഹാവ് ടു ഓൾസോ റൈറ്റ് ആൻ ഓവറോൾ. ഒരു ഓവറോൾ ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ് അതിൽ നിന്ന് അനലൈസ് ചെയ്ത കാര്യം എന്നുള്ളത് ലാസ്റ്റ് ഒരു ഓവറോൾ പാരഗ്രാഫായിട്ട് എഴുതണം. അങ്ങനെ ടോട്ടൽ 4 പാരഗ്രാഫ്സ് ആണ് വേണ്ടത്. ഇൻ ദ ഇൻട്രൊഡക്ഷൻ യു ഹാവ് ടു റീഫ്രൈസ് ദ ക്വസ്റ്റ്യൻ. ദെൻ ദ ഫസ്റ്റ് ബോഡി യു ക്യാൻ ഡിസ്ക്രൈബ് ദ ഫസ്റ്റ് മാപ്പ് ആൻഡ് ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് യു ഹാവ് ടു മേക്ക് കമ്പാരിസൺ എമംഗ് ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് മാപ്പ് ആൻഡ് ഫൈനലി ഒരു ഓവറോളും എഴുതണം. അങ്ങനെ ടോട്ടൽ 4 പാരഗ്രാഫാണ് നിങ്ങളിത് റൈറ്റ് ചെയ്യുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ, സോ നമുക്കിനി ഇതിലെങ്ങനെ വേർഡ്സ് യൂസ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. അതായത് നമ്മളിത് എഴുതുന്ന സമയത്ത് സെയിം വേർഡ്സ് റെപ്പറ്റീഷൻ പോകാൻ പാടില്ല. യു ഹാവ് ടു യൂസ് സിനോണിംസ്. ഓരോ കോണ്ടെക്സ്റ്റിനും ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യണം. സെയിം വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെ വേർഡ്സ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റീപ്ലേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം ബിൽഡിംഗ് ഉണ്ടായിരുന്ന ഒരു പൊസിഷനിൽ ആ ബിൽഡിംഗ് റിമൂവ് ചെയ്തിട്ട് പുതിയതായിട്ട് എന്തോ വന്നു. അതായത് എക്സാക്ട് പൊസിഷൻ ആൻഡ് ദ സെയിം സൈസാണ്, പക്ഷേ ആ ഒരു ബിൽഡിംഗ് ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് ഇമേജിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആയില്ല സെക്കൻഡ് ഇമേജിലുള്ളത്. ദെൻ കൺസ്ട്രക്റ്റഡ് മീൻസ് ഫസ്റ്റ് ഇമേജ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബിൽഡിങ്ങേ ഇല്ല. ദെൻ സെക്കൻഡ് ഇമേജിൽ ആ ഒരു ബിൽഡിംഗ് പുതിയതായിട്ട് അവർ പണിതിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റഡ് എന്നുള്ള വേർഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ കൺവേർട്ടഡ്, അതായത് ഒരു ഇമേജ് അവിടെ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടായിരുന്നു, ആ സെയിം സൈസിലുള്ള പുതിയ എന്തോ ആണ് വന്നേക്കുന്നത്. അതായത് ഫസ്റ്റ് സ്ഥലത്ത് ആ സെയിം പ്ലേസിൽ വേറെന്തോ ആണ് ഉള്ളത്, അത് കൺവേർട്ട് ചെയ്ത് പുതിയ എന്തോ ആക്കി മാറ്റിയിട്ടുണ്ട്. ദെൻ ചേഞ്ച്ഡ്, സെയിം മീനിങ് തന്നെയാണ്. കൺവേർട്ടഡ് ആൻഡ് ചേഞ്ച് നമുക്ക് സിനോണിമായിട്ട് യൂസ് ചെയ്യാം. ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് ഡിമോളിഷ്ഡ് മീൻസ് പൊളിച്ച് കളയുക. ഇപ്പോൾ വീടൊക്കെ പൊളിച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്തു എന്ന് കാണിക്കാനാണ് നമ്മൾ ഡിമോളിഷ്ഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ദ സിക്സ് വൺ, എക്സ്റ്റെൻഡഡ് മീൻസ് അതിൻ്റെ സൈസ് കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. ഒരു സ്മോൾ സൈസ് ഒക്കുപ്പൈ ചെയ്തിരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് അൺടച്ച്ഡ്, അതായത് അതുവരെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇമേജിലും ഒരു ചേഞ്ചും ഇല്ലാതെ അതേപോലെ തന്നെ നിൽക്കുന്ന ബിൽഡിങ്സിനെ നമുക്ക് അൺടച്ച്. ഇപ്പോൾ ട്രീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇമേജിൽ ഒരു ചേഞ്ചും ഇല്ല, സെയിം പൊസിഷൻ ആൻഡ് സെയിം ലൊക്കേഷനിൽ നിൽക്കുന്ന സൈസും സെയിം ആയിട്ടുള്ളതിനെ നമുക്ക് അൺടച്ച്ഡ് എന്നുള്ള വേർഡ് വെച്ച് യൂസ് ചെയ്യാം. ആ സെയിം മീനിങ് തന്നെയാണ് റിമെയിൻ ദ സെയിം എന്നുള്ള കോണ്ടെക്സ്റ്റിനും ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് ആണ് വെൻ യു റൈറ്റ് എ മാപ്പ് യു ഹാവ് ടു യൂസ് ദിസ് കൈൻഡ്സ് ഓഫ് വേർഡ്സ്. കറക്റ്റായിട്ട് കോണ്ടെക്സ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹലോ ജോയ്. ദെൻ വെൻ വി റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ആസ് ഐ ഓൾസോ മെൻഷൻ ദാറ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ റീഫ്രേസിംഗ് ആണ് ഇൻട്രൊഡക്ഷനകത്ത് വേണ്ടത്. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീഫ്രേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം.
Okay. The maps below illustrate how front end changed from 1990 to 2012. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു മാപ്പ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന ടൗണിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്. അത് 1990 2012 വന്നപ്പോൾ എന്ത് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വേണം നമ്മൾ റീഫ്രേസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം while you are writing the introduction, you have to just rephrase the question. ക്വസ്റ്റ്യൻ മാത്രം റീഫ്രേസ് ചെയ്ത് ഇൻട്രൊഡക്ഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദ മാപ്പ് ഡെപ്പിക്സ്. മാപ്സ് ഇതാണ് കാണിക്കുന്നത്. സെക്കൻഡ് ഈസ് ദ മാപ്സ് ഡെപ്പിക്റ്റ്. ദെൻ ദ തേർഡ് ഈസ് ദ മാപ്പ് ഡെപ്പിക്സ് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദ മാപ്പ് ഡെപ്പിക്റ്റ്. നമ്മൾ നോർമലി നോക്കുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ബട്ട് ഇതിൽ ചിലത് മിസ്റ്റേക്ക് ഉള്ളതും ചിലത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസുമാണ്. സോ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതുമ്പോഴും കഴിയുന്നതും അതിൽ മിസ്റ്റേക്സ് വരുത്താതെ എഴുതുക. ബിക്കോസ് ഇറ്റ്സ് എ ഫസ്റ്റ് സെൻറ്റൻസ്. ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ ബാക്കി നമ്മൾ കണ്ടിന്യൂസ് വായിക്കുമ്പോൾ ഓക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും റീഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെൻറ്റൻസിൽ കഴിയുന്നത് മിസ്റ്റേക്ക് നോട്ട് ചെയ്യാതെ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. സോ 4 ഓപ്ഷൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ദ മാപ്സ് ഡെപ്പിക്റ്റ്, ദ മാപ്സ് ഡെപ്പിക്റ്റ്, the third one is the map depicts and the fourth is the map depict. So 4 ഓപ്ഷൻസിലും ചെറിയ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. ബട്ട് ഫ്രം ദിസ് ഓൺലി വൺ ഈസ് കറക്റ്റ്. ഒരെണ്ണമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നോർമലി എഴുതുന്ന ടൈമിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പോർഷനാണ് ഇതിലേതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് റോങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിലേതാണ് കറക്റ്റ് എന്ന് നമുക്കൊരു ധാരണ വേണം. ഓക്കെ മാനുവൽ, ഓപ്ഷൻ സി. ഓക്കെ സൂര്യ, ഹലോ, ഡു യു നോ ദ ആൻസർ? വിച്ച് വൺ ഈസ് കറക്റ്റ്? ഏതാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്, ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ബട്ട് ഇതിൽ ഒരെണ്ണമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ദ മാപ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 മാപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാപ്സ് എന്നുള്ളൊരു യൂസേജ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആൻഡ് ദ തേർഡ് ആൻഡ് ഫോർത്ത് ഈസ് ദ മാപ്പ്. രണ്ടിലും മാപ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിഫറൻസ് ഡിനോട്ട് ചെയ്യേണ്ട അവിടെയാണ്. നമ്മുടെ ആൻസർ മാപ്സ് ആണോ അതോ മാപ്പാണോ എന്നുള്ളത്. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, വി ക്യാൻ സീ ദാറ്റ് ദർ ആർ 2 maps in the image. One in 1990 and the second one is 2012. അപ്പോൾ 2 മാപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസിൽ ഞാൻ തന്നിരുന്നതിൽ മാപ്സ് എന്നും ഉണ്ടായിരുന്നു, ദെൻ മാപ്പ് എന്നും ഉണ്ടായിരുന്നു. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദർ ആർ 2 maps. 2 മാപ്സ് തന്നിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണെങ്കിലും മാപ്സ് എന്ന് വരുന്ന ഓപ്ഷൻ ആയിരിക്കണം. ബിക്കോസ് ദർ ആർ 2 മാപ്സ്. 2 ഇമേജ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മാപ്സ് എന്നാണ് എന്തായാലും ഫസ്റ്റ് പോർഷൻ വരുന്നത്. ദെൻ ബാക്കി പോർഷനിൽ നമുക്ക് ഡെപ്പിക്സ് ആണോ ഡെപ്പിക്റ്റ് ആണോ വേണ്ടത്, ഇതാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത്. ഓക്കെ അമല, ഓപ്ഷൻ ബി, ഐ ക്യാൻ സീ ദാറ്റ്. ആൻഡ് റേസ, ഓപ്ഷൻ സി. ആൽവിൻ, ഓപ്ഷൻ ബി. ഓക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേതാണ് ബി ആൻഡ് സി ആണ് മോസ്റ്റ്ലി പറഞ്ഞിരിക്കുന്ന ആൻസർ. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ബിജി, ഹലോ, ക്യാൻ യു ആൻസർ ദി ക്വസ്റ്റ്യൻ? ഓക്കെ അപ്പോൾ നമ്മൾ ബി ആൻഡ് സി ആണ് ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഉറപ്പാണ്, മാപ്സ് എന്നുള്ളതാണ് വരേണ്ടത്. സോ വി ക്യാൻ എലിമിനേറ്റ് ദ സി ആൻഡ് ഡി. സിയും ഡിയും എന്തായാലും വരില്ല, ബിക്കോസ് ദർ ആർ 2 ഇമേജസ്. 2 ഇമേജ് വന്ന സ്ഥിതിക്ക് എന്തായാലും മാപ്പ് എന്നൊരു ഓപ്ഷൻ നമുക്ക് പറ്റില്ല, മാപ്സ് എന്നുള്ള ഓപ്ഷനാണ് വരേണ്ടത്. സോ വി ക്യാൻ എലിമിനേറ്റ് സി ആൻഡ് ഡി. സി ആൻഡ് ഡി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ആൻഡ് ബി ആണ് നമുക്ക് ദെൻ ഓപ്ഷനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ തന്നെ ഡെപ്പിക്സ് ആണോ ഡെപ്പിക്റ്റ് ആണോ, ദിസ് ഈസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മാപ്സ് എന്നാണ് വരുന്നതെങ്കിൽ, അതായത് നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലായിട്ട് വരുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ ഡെപ്പിക്സ് എന്ന് പറയുന്നത് സിംഗുലറും ഡെപ്പിക്റ്റ് എന്ന് പറയുന്നതാണ് പ്ലൂറൽ. അതായത് എസ് എൻഡിങ്ങിൽ ഇല്ലാത്ത വേർബാണ് എപ്പോഴും പ്ലൂറലായിട്ടുള്ളത്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ടുള്ള ദ മാപ്സ് ഡെപ്പിക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, 2 മാപ്സ് ഉണ്ടെങ്കിൽ യൂസ് ദ മാപ്സ്. ദെൻ വേർബ് യൂസ് ചെയ്യുന്ന സമയത്ത് എസ് എൻഡിങ്ങിൽ ഇല്ലാത്ത വേർബ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. സോ ദ ആൻസർ ഈസ് ദ മാപ്സ് ഡെപ്പിക്റ്റ്. ഓക്കെ അപ്പോൾ സി ഓപ്ഷൻ സെലക്ട് ചെയ്തത് ശ്രദ്ധിക്കുക. മാപ്സ് ആണ് നമ്മളുടെ ഇമേജിൽ 2 ഇമേജ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ യു ഹാവ് ടു സെലക്ട് ദ ഓപ്ഷൻ ദ മാപ്സ് ഡെപ്പിക്റ്റ്. മാപ്സ് ഡെപ്പിക്റ്റ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ സോ നമ്മൾ ആ ഒരു പോർഷൻ കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇമേജിൽ തന്നിട്ടുള്ളത് രണ്ടും തമ്മിൽ എന്ത് ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. Raisa, okay, singular and plural are important in the maps and IELTS. Yeah, that's correct. We have to always remember that when the
our context is singular, we have to use a singular verb, and when the context is plural, we have to use a plural verb. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, എസ് എൻഡിങ്ങിൽ ഇല്ലാത്ത വേർബാണ് നമ്മൾ പ്ലൂറലായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. സോ ദ മാപ്സ് ഡെപ്പിക്റ്റ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. whether we can write the same word maps in the answer. ഓക്കെ, നമുക്ക് മാപ്സ് എന്നുള്ള സെയിം വേർഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ഇമേജ് കാണുമ്പം തന്നെ നമുക്കറിയാം അതൊരു മാപ്പാണ്. നമുക്ക് അവിടെ സിനോണിം എന്നൊരു ഫോം നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ്റെ ആ ഒരു വേർഡ് മാപ്സ് എന്നുള്ള രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് വേർഡ് അവർ തന്നിരിക്കുന്ന ആ ഒരു വേർബ് റീപ്ലേസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഐ ഹോപ്പ് അല്ല ദാറ്റ്സ് ക്ലിയർ. സോ ഞാനിവിടെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. ദ ടു മാപ്സ് ഗീവ്, നമുക്ക് വേണമെങ്കിൽ ഡെപ്പിക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗീവ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പോർട്രേറ്റ് എന്നുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ അമല, ഇൻസ്റ്റെഡ് ഓഫ് മാപ്പ് വിച്ച് വേർഡ് ക്യാൻ വി യൂസ്? ഓക്കെ, നമുക്ക് മാപ്പിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡയഗ്രാം എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ എങ്ങനെയാണെങ്കിലും മാപ്പ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ആ ഒരു വേർഡിന് സിനോണിം യൂസ് ചെയ്യാതെ മാക്സിമം നമ്മൾ വേർബിൽ സിനോണിം യൂസ് ചെയ്യുക. ആൻഡ് വി ഹാവ് ടു പാരഫ്രൈസ് എ ക്വസ്റ്റ്യൻ. ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നോക്കുവാണെങ്കിൽ ദ ടു മാപ്സ് ഗീവ്, ഗീവിന് പകരം ഇലുസ്ട്രേറ്റ് അല്ലെങ്കിൽ പോർട്രേറ്റ്, ഈ രീതിയിലുള്ള ഏത് വേർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് എ സിറ്റി കോൾഡ് ഫ്രണ്ടൻ ആൻഡ് ഹൗ ദിസ് സിറ്റി ചേഞ്ച്ഡ് ആഫ്റ്റർ 22 years. അതായത് 2012 എന്ന് പറയുന്നത് 22 വർഷങ്ങൾ, അതായത് 22 yearsന് ശേഷമാണ്. സോ അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഒന്ന് പാരഫ്രൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ദ ടു മാപ്സ് ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് എ സിറ്റി കോൾഡ് ഫ്രണ്ടൻ ആൻഡ് ഹൗ ദിസ് സിറ്റി ചേഞ്ച്ഡ് ആഫ്റ്റർ 22 years. സോ ദാറ്റ്സ് ഇറ്റ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി, ജസ്റ്റ് ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് ബോഡിയിലേക്ക് വരുമ്പം നമ്മൾ ഈ ഒരു ഇമേജിലുള്ള 1990 എന്നുള്ളൊരു മാപ്പിൽ എന്ത് കണ്ടു എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് യു ഹാവ് ടു ഡിസ്ക്രൈബ് ദ ഫസ്റ്റ് ഇമേജ് ആൻഡ് ഇൻ ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് യു ഹാവ് ടു മേക്ക് എ കമ്പാരിസൺ. അപ്പോൾ സെക്കൻഡ് ബോഡി സെക്കൻഡ് ഇമേജ് ഡയറക്റ്റ് എഴുതാതെ അവിടെ ഒരു കമ്പാരിസൺ പോസിബിൾ ആക്കുക. ബട്ട് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ബോഡി എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഇമേജിൽ എന്ത് കണ്ടു എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതാണ്. കാരണം ഫസ്റ്റ് ഇമേജ് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ബോഡി എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. നമ്മൾ ഇമേജിൽ കണ്ടിരുന്നു, നമുക്ക് ആ ഒരു ഹൈ സ്ട്രീറ്റ് എന്നുള്ളത് വെച്ചിട്ട് ഇമേജിനെ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഡിവിഷനിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മളൊരു മാപ്പ് എഴുതുന്ന സമയത്ത് ഇഫ് യു ആർ റൈറ്റിംഗ് അബൌട്ട് എ റൂം, ഒരു റൂമിൻ്റെ ലേ ഔട്ടൊക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ എൻട്രൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ എൻറ്റർ ചെയ്ത് ആ ഒരു റൂം കവർ ചെയ്ത് പുറത്ത് വന്നതിന് ശേഷം പുറത്ത് നിങ്ങൾ ആ ഒരു ഔട്ട്ഡോറിൽ എന്താണ് കാണുന്നത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് എ ലേ ഔട്ട് ഓഫ് എ മാപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു വില്ലേജിൻ്റെ മാപ്പോ എന്തെങ്കിലും ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൽ ഒരു മാക്സിമം ഒരു പ്രോബബിലിറ്റി കാണിക്കുന്ന ഒരു റോഡ് തന്നിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഒരു റോഡ് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഇമേജിനെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. ഓൾവേസ് റിമെമ്പർ, നിങ്ങൾക്ക് ഒരു ഇമേജ് കിട്ടുകയാണെങ്കിൽ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. കാരണം നമുക്കത് ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹൈ സ്ട്രീറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കഫേയും പാർക്കും ആയിരുന്നു ഉള്ളത്. ദെൻ ഹൗസസ് ഉണ്ട് അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട്. ബിലോ ദർ ഈസ് എ തിയേറ്റർ ആൻഡ് സം ഷോപ്സ്. വെസ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സ്കൂൾ, ബാങ്ക്, ഹോസ്പിറ്റൽ ആൻഡ് ലൈബ്രറി ആർ ദെയർ. ദെൻ എ പ്ലേയിങ് ഫീൽഡ് വിത്ത് ട്രീസ് ഇൻ ദ നോർത്ത് പൊസിഷൻ ആൻഡ് ഇൻ ദ സൗത്ത് വെസ്റ്റ് ദെയർ ആർ സം ട്രീസ്. ഇത്രയാണ് നമുക്കുള്ളത്. സോ ഇത് വേണം നമ്മളൊരു ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കണക്റ്റർ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. സോ നമ്മളൊരു ഇയറിനെ നമ്മളങ്ങ് കണക്ടറായിട്ട് കൊടുത്തു. ഓൾവേസ് റിമെമ്പർ, ഒരു ഇയറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നാണ്. ഒരിക്കലും നമ്മൾ സിനോണിമിലേക്ക് പോകുന്ന ഒരു കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് നെക്സ്റ്റ് സെൻറ്റൻസുകൾ വരുമ്പോൾ ഓൺ എന്നൊരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇയർ ആൻഡ് മന്ത് ഡിനോട്ട് ചെയ്യുമ്പോൾ ഇൻ വെച്ചിട്ട് വേണം നമ്മളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേ അല്ലെങ്കിൽ വീക്ക് ഡേയ്സ് അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും വരുത്താൻ പാടില്ല. വി ഹാവ് ടു യൂസ് ഇൻ ബിഫോർ ആൻ ഇയർ. ഒരു ഇയറിന് ഫ്രണ്ടിൽ എപ്പോഴും ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇൻ 1990 നമ്മളൊരു കണക്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു ഇയർ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഓൾവേസ് പുട്ട് എ കോമ ആഫ്റ്റർ ദാറ്റ്. അതിന് ശേഷം ഒരു കോമ ഇടുക. സോ ഇൻ 1990 കോമ. ഫ്രണ്ടൻ വാസ് എ സ്മോൾ ടൗൺ. ഫ്രണ്ടൻ ഒരു ചെറിയ ടൗൺ ആയിരുന്നു. വിച്ച് വാസ് ബൈസെക്റ്റഡ് ഇൻറ്റു ഓൾമോസ്റ്റ് ഈക്വൽ പാർട്സ് ബൈ ദ ഹൈ സ്ട്രീറ്റ്. ആ ഒരു സ്ട്രീറ്റ് ആ ഒരു ടൗണിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്.
ടുവേർഡ്സ് ദ ഇമ്മീഡിയറ്റ് ഈസ്റ്റ് ഓഫ് ദ സ്ട്രീറ്റ്. അതായത് ആ റോഡിൻ്റെ തൊട്ട് ഈസ്റ്റ് സൈഡിലേക്ക്, തൊട്ടടുത്ത ഈസ്റ്റ് സൈഡ് എന്നുള്ള രീതിയിലാണ് ഇമ്മീഡിയറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഏറ്റവും നിയർ ആയിട്ടുള്ള ഈസ്റ്റ് എന്നതാണ് നമ്മൾ അത് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും ആ ഒരു കോർണറിലേക്കുള്ള ഈസ്റ്റാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് ഫാർ ഈസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. സോ ഓർത്തിരിക്കുക, നമ്മൾ ആ ഒരു ഏറ്റവും അഡ്ജസൻ്റ് ആയിട്ടുള്ള പൊസിഷൻ കാണിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് എന്നുള്ള വേർഡും ആൻഡ് ദ ലോങ് പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫാർ എന്നുള്ള വേർഡും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ടുവേർഡ്സ് ദ ഇമ്മീഡിയറ്റ് ഈസ്റ്റ് ഓഫ് ദ സ്ട്രീറ്റ്, അപ്പോൾ അവിടെ നമ്മളൊരു കണക്ടറാണ് വന്നേക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു പുട്ട് എ കോമ. ദെയർ വാസ് എ കഫേ ആൻഡ് എ പാർക്ക് ആൻഡ് നെക്സ്റ്റ് ടു ഇറ്റ് ദെയർ വെയർ ഹൗസസ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു കഫേയും ഒരു പാർക്കും ഉണ്ടായിരുന്നു. കുറച്ച് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് കുറച്ച് ഹൗസസ് ആണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് എന്നുള്ള മീനിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസൻറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിസൈഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഇതിനെല്ലാം നെക്സ്റ്റ് എന്നുള്ള അതേ മീനിങ് തന്നെയാണ്. അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള നിയർ എന്നുള്ള വേർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കഫേ ആൻഡ് പാർക്കും അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഹൗസസും ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമ്മൾ ബോട്ടത്തിലേക്ക് നോക്കി ഒരു തിയേറ്റർ ആൻഡ് ഷോപ്സ് ആയിരുന്നു ഉള്ളത്. സോ എ തിയേറ്റർ ആൻഡ് സം ഷോപ്സ് വേ ദെയർ ടുവേർഡ്സ് ദ സൗത്ത് ഈസ്റ്റ് ഓഫ് ദ സ്ട്രീറ്റ്. അതായത് അത് ഈസ്റ്റിലാണ് വന്നേക്കുന്നത്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഇൻ ദ സൗത്ത് പൊസിഷൻ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ രണ്ട് ഡിറക്ഷനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വി ഹാവ് ടു പുട്ട് എ കോമ ഇൻ ബിറ്റ്വീൻ. ഇടയിൽ ഒരു കോമ ഇട്ടിട്ട് എ ഹൈഫൻ ഇൻ ബിറ്റ്വീൻ, ഒരു ഹൈഫൻ യൂസ് ചെയ്തിട്ട് വേണം രണ്ട് ഡിറക്ഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഡോണ്ട് യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫോർ ദിസ് ഡിറക്ഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സ്മോൾ ലെറ്റർ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. സോ എ തിയേറ്റർ ആൻഡ് സം ഷോപ്സ് വേ ദെയർ ടുവേർഡ്സ് ദ സൗത്ത് ഈസ്റ്റ് ഓഫ് ദ സ്ട്രീറ്റ്. അപ്പോൾ അത്രയുമായിരുന്നു നമ്മുടെ ഒരു ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ബിൽഡിങ്സ് എന്ന് പറയുന്നത്. Okay, good afternoon, Sindhu, Raisa. Is there any particular vocabulary to use for words in map describing? ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു മാപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ കാണിക്കാൻ പറ്റുന്ന വേർഡ്സാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ദെൻ ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺവേർട്ടഡ്, അല്ലെങ്കിൽ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമോളിഷ്ഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് മുറിച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ഡൗൺ അല്ലെങ്കിൽ നോക്ക് ഡൗൺ. ഈ രീതിയിലുള്ള ആ കോണ്ടെക്സ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന വൊക്കാബുലറി വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ബിൽഡിംഗ് വലുതാക്കുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ദ വേർഡ് എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ എക്സ്പാൻഡഡ്. അതർവൈസ് അതൊരു ബിൽഡിങ്ങിൻ്റെ നമ്മളുടെ ഒരു മൊത്തത്തിലുള്ള ലുക്കാണ് അവർ ചേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മോഡേണൈസ് ചെയ്തു എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സെയിം ലൊക്കേഷനിൽ തന്നെ അല്ലെങ്കിൽ സെയിം ആയിട്ട് തന്നെ നിൽക്കുന്ന ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അൺടച്ച്ഡ് അല്ലെങ്കിൽ റിമെയിൻ ദ സ്റ്റഡി എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുക. ഓക്കെ, സോ നമ്മളൊരു ഈ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി വെസ്റ്റാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. സോ ദ മേജർ establishments to the west of the street were a school, a bank, a hospital as well as a library. അപ്പോൾ ഇത് നാലുമാണ് നമ്മുടെ വെസ്റ്റ് സൈഡിലെ മെയിൻ ആയിട്ടുള്ള ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഈ ആസ് വെൽ ആസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആൻഡ് എന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ആൻഡ് കൊടുക്കാൻ പറ്റുന്ന കോണ്ടെക്സ്റ്റുകളിൽ ഇൻസ്റ്റെഡ് ഓഫ് ആൻഡ് യു ക്യാൻ ഓൾസോ യൂസ് ദ വേർഡ് ആസ് വെൽ ആസ്. അതും കൂടി ഉണ്ട് എന്നുള്ളൊരു മീനിങ്ങിൽ മാത്രമാണ് നമ്മൾ ആസ് വെൽ ആസ് എന്നുള്ള വേർഡ് ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈസിലി ആൻഡ് കൊടുക്കാൻ പറ്റുന്ന ഏത് പ്ലേസിൽ വേണേലും ആസ് വെൽ ആസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അത്രയും കോണ്ടെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ഒരു പ്ലേയിങ് ഫീൽഡ് ആൻഡ് ട്രീസ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. സോ ദെയർ വാസ് ഓൾസോ എ പ്ലേയിങ് ഫീൽഡ് വിത്ത് ട്രീസ് അറ്റ് ദ നോർത്ത് ഓഫ് ദ ടൗൺ അഡ്ജസൻറ്റ് ടു ദ സ്ട്രീറ്റ്. അതായത് അടുത്തായിട്ട്, നിയർ ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അഡ്ജസൻറ്റ് എന്നുള്ള കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്ലേയിങ് ഫീൽഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇമേജ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇൻ ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ സെക്കൻഡ് ഇമേജ് വിത്ത് കമ്പാരിസൺ വിത്ത് ദ ഫസ്റ്റ് ഇമേജ്. ആ ഒരു ഫസ്റ്റ് ഇമേജുമായിട്ട് കമ്പയർ ചെയ്ത് ആണ് നമ്മൾ സെക്കൻഡ് ഇമേജിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇൻ ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്. ഡയറക്റ്റ് നമ്മൾ സെക്കൻഡ് ഇമേജിനെ എഴുതുകയല്ല, പകരം അത് കമ്പയർ ചെയ്തിട്ട് വേണം സെക്കൻഡ് ബോഡിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഹിമ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇമേജ് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് എഴുതാൻ. നമ്മൾ സെക്കൻഡ് ഇമേജിലേക്ക് നമ്മൾ ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇൻ ദ ഈ സൈഡ്
ഹോട്ടൽ ആൻഡ് ഗോൾഫ് കോഴ്സാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ദെൻ ആ ഒരു ഹൗസസിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഫ്ലാറ്റ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ദ തിയേറ്റർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സിനിമ ആൻഡ് ദ ഷോപ്സ് വെയർ കൺവേർട്ടഡ് ഇൻ ടു എ സൂപ്പർ മാർക്കറ്റ്. ഇത്രയുമാണ് ഈ സൈഡിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഇൻ ടു ദ വെസ്റ്റ് സൈഡ് ഒരു ന്യൂ ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്കൂൾ ആൻഡ് ലൈബ്രറി സെയിം പൊസിഷനിൽ സെയിം സൈസിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ബാങ്ക് റീപ്ലേസ് ചെയ്ത റെസ്റ്റോറൻറ്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ കുറച്ചും കൂടി വലുതായി എൻലാർജ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. താഴെ ഉണ്ടായിരുന്ന ആ ഒരു ട്രീസിനെ കട്ട് ചെയ്തിട്ട് പകരം ടെക്നോ പാർക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമ്മളുടെ ഒരു സെക്കൻഡ് ഇമേജിലുള്ളത്. സോ വൈൽ യു ആർ റൈറ്റിംഗ് ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് യു ഹാവ് ടു മേക്ക് കമ്പാരിസൺ. ഡയറക്റ്റ് ഇത് എഴുതുന്നതിന് പകരം ഫസ്റ്റ് ഇമേജിനോട് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട്. സോ വൈൽ യു സ്റ്റാർട്ട് ദ സെക്കൻഡ് ബോഡി യു ക്യാൻ യൂസ് എ കണക്ടർ. ഒരു കണക്ടർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ ദാറ്റ് ഐ ഹാവ് യൂസ്ഡ് ആഫ്റ്റർ 22 years. 22 വർഷത്തിന് ശേഷം ഇതാണ് സംഭവിച്ചത്. ബിക്കോസ് ദേ ഹാവ് മെൻഷൻ ദാറ്റ് ഇൻ 2012 എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റ് ആയിട്ട് ആഫ്റ്റർ 22 years എന്നുള്ളത് ഒരു സിനോണിം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പാരഫ്രൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് എ കോമ. ആ ഒരു കണക്ടർ വന്നു കഴിഞ്ഞാൽ ദെൻ ഒരു കോമ ഫോളോ ചെയ്യുക. ദെൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഹൈ സ്ട്രീറ്റ് ചേഞ്ച്ഡ് എ ലോട്ട്. നമ്മൾ ഈസ്റ്റേൺ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെയാണ് കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്. ബിക്കോസ് വെസ്റ്റേൺ സൈഡിൽ സ്കൂൾസ് ലൈബ്രറി എല്ലാം സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഈസ്റ്റേൺ സൈഡിലാണ് കൂടുതലായിട്ട് ചേഞ്ചസ് കാണുന്നത്. ഹൗസസ് വെയർ റിമൂവ്ഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് ബ്ലോക്സ് ഓഫ് ന്യൂ ഫ്ലാറ്റ്സ് ആർ മെയ്ഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൗസ് റിമൂവ് ചെയ്തിട്ട് പുതിയ ഫ്ലാറ്റിൻ്റെ ബ്ലോക്കുകൾ വന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ അമല, ടാസ്ക് 1 ഷുഡ് റൈറ്റ് ഇൻ പാസ്റ്റ് ടെൻസ്. ഓക്കെ, നമുക്ക് ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇയർ നോക്കുക. ഏത് ഇയർ ആണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. ബേസ്ഡ് ഓൺ ദാറ്റ് ഇയർ വി ഹാവ് ടു ഫൈനലൈസ് ദ ടെൻസ്. ഏത് ഇയറിലാണോ അത് തന്നിട്ടുള്ളത് അതനുസരിച്ചാണ് നമ്മൾ ടെൻസ് ഫോളോ ചെയ്യുന്നത്. In this question they have given that in 1996 and 2012. അപ്പോൾ ഇത് രണ്ടും പാസ്റ്റ് ഇയർ ആയതുകൊണ്ടാണ് നമ്മൾ പാസ്റ്റിൽ ഇത് റൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ റിമെമ്പർ ദാറ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എപ്പോഴും പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ദ 2 ബോഡി പാരഗ്രാഫ്സ് ആൻഡ് ഓവറോൾ വിൽ ബി ബേസ്ഡ് ഓൺ ദ ടെൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ബോഡി പാരഗ്രാഫും ദെൻ നമ്മുടെ ഓവറോളുമാണ് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചേഞ്ച് വരിക. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രസൻറ്റിൽ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 2012 അല്ലെങ്കിൽ 1996 എന്നുള്ള ഇയേഴ്സ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് എ പാസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഇവിടെ ഫോളോ ചെയ്ത് പോകുന്നത്. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനിലും പാസ്റ്റിലാവണം എന്നൊരു നിർബന്ധമില്ല. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറും എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ വൈൽ യു ആർ റൈറ്റിംഗ് ദ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്, ഫസ്റ്റ് ബോഡിയിൽ നമ്മൾ എന്തായാലും പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു മാപ്പ് ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നമ്മൾ പാസ്റ്റിൽ എഴുതുന്ന സമയത്ത് ഇൻ ദ സെക്കൻഡ് ബോഡി വൈൽ വി ആർ മേക്കിംഗ് ദ കമ്പാരിസൺ ചെയ്യുന്ന ടൈമിൽ അതെല്ലാം ഫ്യൂച്ചറിലായിരിക്കും നമ്മൾ എഴുതുക. സോ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ദ ടെൻസ് ഓഫ് ദ question will decide the tense of this body paragraph and the overall. Okay, Raisa, are there any particular connectors in maps describing or is it same as always write in task 1? ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു കണക്ടർ ഇല്ല. നമുക്ക് മാപ്പ് എഴുതുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ദെൻ എന്നുള്ള കണക്ടർ യൂസ് ചെയ്യാം നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന ടൈമിൽ. അല്ലെങ്കിൽ നോർമലി ഇയേഴ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പോവുക. അതല്ലെങ്കിൽ അഡീഷണലി മോറോവർ ഹൗവർ ഈ രീതിയിൽ നമ്മുടെ കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ റൈറ്റ് ഇൻ ടാസ്ക് 1ലേക്ക് വരുമ്പോൾ കണക്ടേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ മാപ്പിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബുകളിലാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് റിലേറ്റ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റ് ചെയ്തു അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തു റെഡ്യൂസ് ചെയ്തു അങ്ങനത്തെ കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേർബുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കണക്ടേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ വേർബ് കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിരിക്കണം. വേർബിലാണ് ചേഞ്ച് വരുന്നത്. ബാക്കി കണക്ടേഴ്സ് എല്ലാം നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 1ൽ എന്ത് തന്നെയാണോ ഫോളോ ചെയ്യുന്നത് യു ക്യാൻ യൂസ് ദ സെയിം കണക്ടേഴ്സിൽ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമ്മൾ ഹൗസസ് റിമൂവ് ചെയ്തിട്ട് ന്യൂ ബ്ലോക്സ് ഓഫ് ഫ്ലാറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ദ കഫേ ആൻഡ് പാർക്ക് ഗോട്ട് ട്രാൻസ്ഫോംഡ് ടു എ ഹോട്ടൽ ആൻഡ് എ ഗോൾഫ് കോഴ്സ്. ആ ഒരു കഫേ ആൻഡ് പാർക്ക് ഉണ്ടായിരുന്ന പൊസിഷനിലായിരുന്നു, ആ സെയിം ലൊക്കേഷനിൽ തന്നെ അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ഹോട്ടൽ ആൻഡ് എ ഗോൾഫ് കോഴ്സ് വാസ് ഇൻട്രൊഡ്യൂസ്. ദെൻ അഡീഷണലി
തിയേറ്റർ ഇൻ ദ പാസ് വാസ് റീനെയിംഡ് ആസ് സിനിമാസ്. ആ ഒരു തിയേറ്റർ സെയിം പൊസിഷനിൽ തന്നെയാണ്, പക്ഷേ അതൊരു റീനെയിം ചെയ്ത് സിനിമ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ആൻഡ് ദ ഷോപ്സ് ഓൺ ദ ബോട്ടം ഓഫ് ദ മാപ്സ് വെയർ റീപ്ലേസ് ബൈ എ മോഡേൺ സൂപ്പർ മാർക്കറ്റ്. ഒരു മോഡേൺ സൂപ്പർ മാർക്കറ്റ് വന്നു ആ ഒരു ഷോപ്സ് ഉണ്ടായിരുന്ന പൊസിഷനിൽ. ഇത്രയുമാണ് നമ്മളുടെ ഈ സൈഡിൽ നമ്മൾ കാണുന്ന ചേഞ്ചസ്. ഇനി നമ്മൾ വെസ്റ്റിലേക്ക് നോക്കുമ്പോൾ ടു ദ വെസ്റ്റ് ഓഫ് ഹൈ സ്ട്രീറ്റ്, നമ്മൾ അവിടെ ഒരു കണക്ടറായിട്ട് നമ്മൾ ലൊക്കേഷൻ യൂസ് ചെയ്ത് ഒരു കണക്ടർ കൊടുത്തു. ട്രീസ് വെയർ നോക്ക് ഡൗൺ. ട്രീസ് നമ്മൾ കട്ട് ചെയ്തു എന്നുള്ള ഒരു മീനിങ് ആണ് നോക്ക് ഡൗൺ എന്നുള്ളത്. യു ക്യാൻ യൂസ് കട്ട് ഡൗൺ, അതർവൈസ് യു ക്യാൻ ഫോളോ ദ വേർഡ് നോക്ക് ഡൗൺ. ട്രീസ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ന്യൂ ബ്ലോക്സ് ഓഫ് ഫ്ലാറ്റ് വെയർ ബിൽഡ്. ആ ഒരു പൊസിഷനിൽ നമ്മൾ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ്സ് ബിൽഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. then നമ്മൾ കൂടുതലായിട്ട് നോക്കുന്ന സമയത്ത് furthermore the hospital had a large area rather than it had before. സെയിം പൊസിഷനിൽ തന്നെയാണ് ഹോസ്പിറ്റൽ, പക്ഷേ അതിൻ്റെ ഏരിയ കുറച്ച് എൻലാർജ് ചെയ്തതായിട്ട് കാണാം. ആൻഡ് എ ന്യൂ റെസ്റ്റോറൻറ്റ് ഹാസ് ബീൻ ബിൽഡ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ബാങ്ക്സ് ബിൽഡിംഗ്. ആ ഒരു ബാങ്ക് ബിൽഡിങ്ങിനെ ചേഞ്ച് ചെയ്തിട്ട് അവരൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ സൈസ് ഓഫ് ഇറ്റ് വാസ് എ ലിറ്റിൽ ലാർജർ. അത് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് സൈസിൽ കാണാൻ പറ്റും. ദെൻ ഇൻട്രസ്റ്റിംഗ്ലി ഓൺലി ദ സ്കൂൾ ആൻഡ് ലൈബ്രറി ഒക്കർ ടു ബി ഇൻ ദ സെയിം ലൊക്കേഷൻ വിത്ത് ദ സെയിം ഡിമെൻഷൻസ്. ആ ഒരു സെയിം ലൊക്കേഷനിൽ ആ ഒരു സെയിം ഡിമെൻഷൻസ് അല്ലെങ്കിൽ ആ ഒരു സെയിം സൈസിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നത് സ്കൂൾ ആൻഡ് ലൈബ്രറി മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും ബോട്ടം പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ദ ട്രീസ് ഇൻ ദ സൗത്ത് വെസ്റ്റ്. നമ്മൾ ഏറ്റവും ബോട്ടം എന്ന് പറയുന്നത് സൗത്ത് ആണ്. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സൗത്ത് വെസ്റ്റ് എന്നുള്ള ഡിറക്ഷൻ മാർക്ക് ചെയ്യാവുന്നതാണ്. റിമെമ്പർ, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, സൗത്ത് വെസ്റ്റ് എന്ന് എഴുതുന്ന ടൈമിൽ അത് ഹൈഫിനേറ്റഡ് ആയിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടി, ബിക്കോസ് ഇറ്റ്സ് എ വൺ വേർഡ്. അതൊരു 2 വേർഡ് ആക്കി എഴുതുകയാണെങ്കിൽ അത് നമുക്കൊരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ ബാൻഡിനെ അഫക്റ്റ് ചെയ്യും. So, the trees in the southwest was cleared for the construction of a techno park. ഒരു ടെക്നോ പാർക്ക് ബിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീസ് റിമൂവ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ആ ഒരു ഇമേജിനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്, ബട്ട് വിത്ത് കമ്പാരിസൺ. ഫസ്റ്റ് ഇമേജുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ സെക്കൻഡ് ഇമേജ് ഡയറക്റ്റ് ആയിട്ട് ടെക്നോ പാർക്ക് ഉണ്ട് അല്ലെങ്കിൽ സിനിമാസ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ബിൽറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഡയറക്റ്റ് പറയാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മേക്ക് റെലവൻറ്റ് കമ്പാരിസൺ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്തിട്ട് വേണം സെക്കൻഡ് ബോഡി പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട്. സോ ദെൻ വി ഹാവ് ടു റൈറ്റ് ആൻഡ് ഓവറോൾ. ഒരു ഓവറോളും കൂടി റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓവറോൾ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാം ഇതിൽ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ സൈസ് എൻലാർജ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹൗസസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഫ്ലാറ്റ്സ് വന്നതായിട്ടും കാണാം. പിന്നെ ഒരു മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഷോപ്സിന് പകരം സൂപ്പർ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിലെ മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ ഏതർ റൈറ്റ് ഇറ്റ് ഇൻ ദാറ്റ് വേ, അല്ലെങ്കിൽ ജനറലായിട്ട് ചേഞ്ചസ് വന്നു എന്നുള്ളൊരു രീതിയിൽ കൊടുക്കാം. നിങ്ങൾക്ക് 2 രീതിയിൽ പറയാം. ഒന്നെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളൊരു ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നിയ 2 ഫീച്ചർ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതർവൈസ് ജനറലായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ റിഡക്ഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് അങ്ങ് ഓവറോൾ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇവിടെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്. അതർവൈസ് യു ക്യാൻ ഓൾസോ റൈറ്റ് ദ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ്. ആ ചേഞ്ച് വന്നിട്ടുള്ള ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ ഓവറോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കണക്ടറായിട്ട് ഒരു ഓവറോൾ എന്നൊരു വേർഡ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് എ കോമ. ദെൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ടൗൺ ഇൻ ദി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം വാസ് ട്രമെൻഡസ്. ട്രമെൻഡസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച്, ഒരു വലിയൊരു ചേഞ്ച് കാണിച്ചിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ് ട്രമെൻഡസ് എന്നുള്ള വേർഡിനുള്ളത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതുപോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ചേഞ്ച് എന്ന് പറയുന്നതിന് പകരം ട്രമെൻഡസ് എന്നുള്ളത് പോലത്തെ വേർഡ്സ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാം. സോ ഓവറോൾ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ടൗൺ ഇൻ ദി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം വാസ് ട്രമെൻഡസ്. അപ്പോൾ ഇത്ര എഴുതുമ്പോൾ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാം. സോ നിങ്ങൾ എഴുതുന്ന സമയത്ത് 4 പാരഗ്രാഫാണ് ടോട്ടൽ വേണ്ടത്. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ, ദെൻ 2 ബോഡി പാരഗ്രാഫ്സ് ആൻഡ് ആൻ ഓവറോൾ പാരഗ്രാഫ്. അങ്ങനെ 4 പാരഗ്രാഫാണ് നിങ്ങൾക്ക് ടോട്ടൽ വേണ്ടത്. In the introduction, you have to rephrase the question. Introduction question rephrase ചെയ്യുക. Then in the first body paragraph, you can explain the first image. ആ ഒരു first imageനെ describe ചെയ്തിട്ട് വേണം നിങ്ങൾ first paragraph എഴുതാൻ. Then in the second body paragraph, you have to explain the second image with comparison. First imageനോട് compare ചെയ്തിട്ട് second image എഴുതുകയാണ് second body paragraphൽ ചെയ്യേണ്ടത്. Then finally, you have to write an overall. Overall നിങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നിയ 2 ഫീച്ചേഴ്സ് എഴുതാം. അതർവൈസ് യു ക്യാൻ ജനറലി മേക്ക് എ ട്രെൻഡ് എന്നുള്ള
രീതിയിൽ ഒരു കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നോർമലായിട്ട് ഫോളോ ചെയ്ത് പോയാലും മതി. അപ്പോൾ നിങ്ങൾ മാപ്പ് എഴുതുന്ന സമയത്ത് നമ്മുടെ കണക്റ്റേഴ്സ് എല്ലാം നോർമലി ടാസ്ക് 1ൻ്റെ കണക്റ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ വേർബിലേക്ക് വരുമ്പോൾ കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേർബ്സ് യൂസ് ചെയ്യുക. എന്താണ് ആ ചേഞ്ച് എന്നുള്ളതിനനുസരിച്ചുള്ള വേർബ് ഫോളോ ചെയ്യുക. സോ ഇത്രയുമാണ് നമ്മുടെ മാപ്പ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ടോട്ടൽ 4 പാരഗ്രാഫ്സ്. നിങ്ങളത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്യുക. ദെൻ 2 ബോഡി പാരഗ്രാഫ്. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് ഇമേജ് ആൻഡ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ സെക്കൻഡ് ഇമേജ് ഇൻ കമ്പാരിസൺ വിത്ത് ദ ഫസ്റ്റ് ഇമേജ്. ദെൻ യു ഹാവ് ടു റൈറ്റ് ആൻ ഓവറോൾ പാരഗ്രാഫ്. അങ്ങനെ ടോട്ടൽ 4 പാരഗ്രാഫ്സ് ആണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ആൻഡ് ദ ഇൻട്രൊഡക്ഷൻ വിൽ ബി ഓൾവേസ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ് ആൻഡ് ദ 3 ബോഡി പാരഗ്രാഫ്സ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ടെൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ മാപ്പ്. നമ്മളൊരു മാപ്പ് എഴുതുമ്പോൾ നമ്മൾ ഇത്ര എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3 ഔട്ട് ഓഫ് 3 ഒരു 2.5 ബാൻഡിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് ക്ലിയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.